ഇനി നമ്മൾ കോഴിക്കോടേക്കാണ് പോകുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ വികസന രേഖ പുറത്തിറക്കി BJP. കോഴിക്കോട് നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളാണ് NDA ഉറപ്പു നൽകുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, ഗതാഗതം, വ്യവസായം, സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെ സർവ്വ മേഖലകളിലും വികസനത്തിനായുള്ള നിരവധി പദ്ധതികൾ കോഴിക്കോടിന്റെ മുന്നേറ്റത്തിനായി വികസന രേഖയിൽ ഒരുക്കിയിട്ടുണ്ട്. ദുർഭരണത്തിന്റെ ഇരകൾ സാധാരണക്കാരാണെന്നും ഭരണശൈലി മാറ്റമാണ് NDA മുന്നോട്ട് വയ്ക്കുന്നതെന്നും വികസന രേഖ പുറത്തിറക്കി യിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതല്ലേ? തീർച്ചയായും അനഘ, നിരവധി വികസന പദ്ധതികൾ ഉൾപ്പെടുത്തി തന്നെയാണ് NDAയുടെ ഈ ഒരു വികസന പത്രിക ഇന്ന് പുറത്തിറക്കിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, 5 പതിറ്റാണ്ടുകളായി LDF ഭരണമാണ് കോഴിക്കോട് കോർപ്പറേഷനിലുള്ളത്. ഇത്തരത്തിൽ ഈ 5 പതിറ്റാണ്ടുകളായി വികസന മുരടിപ്പാണ് ഈ കോഴിക്കോട് കോർപ്പറേഷൻ നിലനിൽക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇതിനൊരു മാറ്റം ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ വികസന രേഖയിലൂടെ ഈ BJP ഇത്തരത്തിലൊരു മാറ്റമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഈ കോഴിക്കോട് നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന പദ്ധതികളാണ് ഈ വികസന രേഖയിലെല്ലാം വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ ജനപക്ഷ വികസനം, അതോടൊപ്പം തന്നെ ഭരണം പടിവാതിൽക്കൽ, അഴിമതി രഹിത സുതാര്യ ഭരണം എന്നിവയാണ് പ്രധാന ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു വികസന രേഖയ്ക്ക് മുൻതൂക്കം നൽകുന്നത്. ഈ വികസന രേഖയിൽ മുൻതൂക്കം നൽകുന്നത് ഈ നഷ്ടപ്പെട്ട 5 പതിറ്റാണ്ടുകൾ തിരിച്ചു പിടിച്ചുകൊണ്ട് അടുത്ത 5 വർഷത്തേക്കുള്ള വികസന പദ്ധതികളാണ് ഇത്തരത്തിൽ ഈ വികസന രേഖയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഭരണം പടിവാതിൽക്കൽ എന്നൊരു പദ്ധതിയാണ് പ്രധാനമായി ഊന്നൽ നൽകുന്നത്. അതായത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഈ രേഖകളെല്ലാം, ജനന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മരണ സർട്ടിഫിക്കറ്റ്, അത്തരത്തിലുള്ള രേഖകളെല്ലാം തന്നെ ഈ നഗരപരിധിയിലുള്ളവർക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന രീതിയിലുള്ള പദ്ധതികളാണ്. അതായത് ഈ ഭരണ പടിവാതിൽക്കെത്തും, വീട്ടുപടിക്കൽ നിന്ന് ഇത്തരത്തിൽ കോർപ്പറേഷൻ വീട്ടുപടിക്കലെത്തി ഇത്തരത്തിൽ രേഖകളെല്ലാം ഈ നഗരവാസികൾക്ക് സ്വന്തമാക്കാനാകും. അത് വലിയൊരു പദ്ധതിയായിട്ടാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ സമഗ്ര മേഖലയിലുള്ള വികസനമുണ്ട്. ഈ ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ തൊഴിൽ, ഗതാഗതം, വ്യവസായം, സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെ സർവ്വമേഖലയിലുള്ള വികസനം തന്നെയാണ് NDA വികസന രേഖ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കോഴിക്കോടിന്റെ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ വലിയൊരു കോഴിക്കോട് നഗരത്തിന്റെ വികസനമാണ് ഇത്തരത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെയാണ് കോഴിക്കോട് നഗരം എടുത്തു നോക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വികസനം, പ്രധാനമായും ആരോഗ്യ മേഖലയിൽ വലിയൊരു മുന്നേറ്റം വേണ്ടത് ആരോഗ്യ മേഖലയിൽ തന്നെയാണ്. അപ്പോൾ അതിനാൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വികസനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടഞ്ഞു കിടക്കുന്ന കോഴിക്കോട് കോൺട്രാസ്റ്റ് തുറന്നു പ്രവർത്തിക്കുന്നതിനും അതുപോലെ തന്നെ അതിന്റെ സംരക്ഷണവും ഏറ്റെടുത്തുകൊണ്ടുള്ള വികസനം മുന്നോട്ട് വയ്ക്കുന്നു. ചെറുവണ്ണൂർ സ്റ്റീൽ പ്ലാന്റിന്റെ കോംപ്ലക്സിന്റെ പുനരുജ്ജീവനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോടിനെ അടയാളപ്പെടുത്തുന്നതാണ് കനോലി കനാലും അതുപോലെ തന്നെ കല്ലായിപ്പുഴയും. ഇവരുടെ സംരക്ഷണവും ഈ NDAയുടെ വികസന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തുടങ്ങി കോഴിക്കോട് നഗരത്തിന്റെ തന്നെ പൈതൃക സംരക്ഷണവും അതുപോലെ തന്നെ വികസനവുമാണ് ഇത്തരത്തിൽ ഈ NDA ഇന്ന് പുറത്തിറക്കിയിട്ടുള്ള വികസന രേഖയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അനഘ. ശരി രമ്യ.